ഫൈനൽ വോളിയൂം ഈ ഒരു തേഴ്സ്ഡേ രാവിലെ 6:30 റിലീസ് ആവുകയാണ്. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. ഏതായാലും ഐ വിൽ മിസ് ദിസ് സീരീസ്, ഐ വിൽ മിസ് ദിസ് ഫാമിലി. ഈ ഒരു സീരീസ് എയർ ചെയ്ത് 2016 അത് ജൂൺ ജൂലൈ കണ്ട അന്നേ മുതലേ കണ്ടു തുടങ്ങിയതാണ്. അന്ന് ടെലിഗ്രാമിലെ കണ്ടു തുടങ്ങിയത്, പിന്നീട് നെറ്റ്ഫ്ലിക്സിലോട്ട് മാറിയത്. ഏതായാലും ആ ഒരു അവർ വളരെ ചെറുപ്പമുള്ള സമയത്ത് തന്നെ ഐ ഗ്രൂ അപ്പ് വിത്ത് ദം, ഐ ലേൺ വിത്ത് ദം. അതുകൊണ്ട് തന്നെ ഐ വിൽ മിസ് ദിസ് സീരീസ് ആൻഡ് ഐ വിൽ മിസ് ദിസ് ഫാമിലി അ ലോട്ട്. ഈ ഒരു അവസാനത്തെ ഒരു സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 എപ്പിസോഡ് മോസ്റ്റ്ലി ആക്ഷൻ ഓറിയന്റഡ് ആയിരുന്നു, വിത്ത് സ്ലൈറ്റ് ഡ്രാമ ആൻഡ് കിഡിലെ ക്ലിഫ് ഹാങ്ങർ എന്ന ആ ഒരു കിഡിലെ ക്ലിഫ് ഹാങ്ങർ തന്നെ നമുക്ക് അടുത്ത 4 എപ്പിസോഡിന് വേണ്ടി അടുത്ത 3 എപ്പിസോഡിന് വേണ്ടി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു ഗെയിം ചേഞ്ചർ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പൊ ഇറങ്ങിയ അവസാനത്തെ 3 എപ്പിസോഡ് അവർ കൂടുതൽ ഇത് ഇമോഷണൽ വാല്യൂക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ 1-2 എപ്പിസോഡുകളും കുറച്ച് കഴിഞ്ഞ സീസണൊക്കെ ആയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് തമ്മിൽ കുറച്ച് കോൺഫ്ലിക്ട്സും കുറെ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. അതെല്ലാം ഈ 3 എപ്പിസോഡിൽ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അത് സോൾവ് ആക്കി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലെ ജോണത്തൻ നാൻസിയുടെ സീനാണെങ്കിലും, അതേപോലെ വില്ലിന്റെ കൺഫെഷൻ, അതേപോലെ നമ്മുടെ സ്റ്റീവ് ഡസ്റ്റിന്റെ ഇമോഷണൽ സീൻ ആണെങ്കിൽ എല്ലാം ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ കാര്യം എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ബിക്കോസ് ഐ വാസ് ടോട്ടലി സാറ്റിസ്ഫൈഡ്, ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ഐ വാസ് വെരി വെരി ഇമോഷണൽ. ഇതിലെ ഭയങ്കര ചില മൊമെന്റ്സ് കണ്ടപ്പോൾ അപ്പൊ തന്നെ മനസ്സിലായി ഇനി ഈ ഒരു തേഴ്സ്ഡേ ഒരു ഫൈനൽ വോളിയം കഴിയുമ്പോൾ ശരിക്കും വളരെ ഇമോഷണൽ ആയിരിക്കും. ഐ വിൽ റിയലി മിസ് ദം എന്ന് എനിക്ക് ഉറപ്പാണ്. ഏതായാലും ഈ ഒരു അവസാനത്തെ 3 എപ്പിസോഡ് ഭയങ്കര ക്ലിഫ് ഹാങ്ങർ ഒന്നും അല്ല അവസാനിച്ചത്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഡഫ ബ്രദേഴ്സ് ഫൈനൽ എപ്പിസോഡിൽ ഈ ഒരു സീസൺ ഇഷ്ടപ്പെടാത്തവരെയും ഇഷ്ടപ്പെടുന്നവരെയും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വിശ്വസിക്കുന്നു. ഏതായാലും 2016 ശരിക്കും ഞെട്ടിച്ചതാണ് ആ ഒരു ടീനേജ് ഷോ വെച്ചിട്ട് എത്രത്തോളം ഒരു ടീനേജ് ഷോ ഒരു ബ്രില്യൻ ഷോ ആയി മാറാമെന്ന് തെളിയിച്ച ഒരു ക്രിയേറ്റേഴ്സ് തന്നെയാണ് ഇവര്. ഏതായാലും എനിക്ക് പറയാനുള്ളത്, വീണ്ടും കാണാത്തവര് എത്രയും പെട്ടെന്ന് കാണുക. ഡഫ ബ്രദേഴ്സ് ടീനേജേഴ്സിനെ വെച്ച് ഉണ്ടാക്കിയ ഒരു ബ്രില്യന്റ് അഡൽട്ട് ഷോ തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇനി ഒരു എപ്പിസോഡാണ് മാത്രമുള്ളത്, 2 മണിക്കൂറാണ് അതിന്റെ ദൈർഘ്യം. ഏതായാലും കണ്ടു നോക്കുക ആൻഡ് അഭിപ്രായം പറയുക.